കെ ടി ജലീലിൻ്റെ നിയമസഭയിൽ നടത്തിയ ഈ പ്രസംഗം ഒന്ന് ആദ്യം കേൾക്കിട്ടാം. എന്നിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ പറഞ്ഞുതരാം. വല്ലാതൊന്നുമില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ പറയണല്ലോ, അതുകൊണ്ടാണ് ആദ്യം ഇത് കേൾക്കി, എന്നിട്ട് നോക്കാം. ആവനാഴിയിൽ അവസാന അസ്ത്രവും പുറത്തെടുത്തു, എന്നിട്ടും എന്നെ തോൽപ്പിക്കാൻ സാധിച്ചോ? കുഞ്ഞാലിക്കുട്ടി സാഹിബേ, മുസ്ലിം ലീഗിന് എന്നെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ തോൽവി കണ്ട് സായുജ്യമടഞ്ഞ് കണ്ണടക്കാമെന്ന മോഹമുണ്ടെങ്കിൽ ആ മോഹം അങ്ങ് വെച്ചേക്കൂ. ഒരിക്കലും അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രവും എടുത്ത് പ്രയോഗിച്ചിട്ടും തവനൂരിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ മുട്ടുകുത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയും എല്ലാം അവിടെ UDF-നെ പിന്തുണച്ചു. സാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തേരോട്ടത്തെ തടുക്കാൻ UDF-ന് കഴിയില്ല. സാർ, എനിക്കെതിരായി നിങ്ങൾ ചാവേറായി പറഞ്ഞയച്ച ആളുകളൊക്കെ ഇപ്പൊ എവിടെ? എനിക്കെതിരായി കേസുകെട്ടുകളുമായി പറഞ്ഞയച്ച മഹാന്മാരൊക്കെ ഇപ്പൊ എവിടെ? കേട്ടില്ലേ? കേട്ടല്ലോ അല്ലേ? അതിമോഹമായിരുന്നു ജലീൽ കാങ്ങൾക്ക്, അഹങ്കാരവും. അല്ല, അന്നൊക്കെ ആ നിയമസഭയിൽ പ്രസംഗിച്ചാണ് നിങ്ങൾ. അതിമോഹം, മോഹൻലാൽ സിനിമയിൽ പറയുന്ന പോലെ അതിമോഹമാണ് ജലീൽ ഖാൻ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ പാടുണ്ടോ? ഞാൻ കാരണം കുഞ്ഞാലിക്കുട്ടിയോ പിന്നെ ലീഗോ അല്ല നിങ്ങൾ തോൽപ്പിച്ച്, അത് ജനങ്ങളാണ്. അതാ മനസ്സിലാക്കുക. നിങ്ങളുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്രാവശ്യത്തെ തോൽവി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ UDF വന്നിട്ടല്ല, അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച്. ഇപ്പം ജയിപ്പിച്ച ആളെ പേരിക്കാൻ ഓർമ്മയില്ല ആരാണെന്നുള്ളത്. ജോയി ഇട്ടാ പേര് അല്ലേ? എമ്മാതിരി വെല്ലുവിളിയാണ് നിങ്ങൾ ആ നിയമസഭയിൽ നടത്തുന്നത്. ആ ഡെസ്കിന് അടിച്ചുകൊണ്ട് നല്ല സുരേഷ് ഗോപിക്ക് ആ ഡയലോഗിൽ, സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെ ആ ഡയലോഗ് പിന്നിലായി പോകും. അമ്മാതിരി ഡയലോഗാണ്. അതിമോഹമാണ് ദിനേശ, അതിമോഹം. അത് വീണ്ടും പറഞ്ഞു പോയാൽ ഞാൻ. അത് തിരിച്ചടി കിട്ടിയില്ല നിങ്ങൾക്ക്. ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല ജലീൽക്കാ. എന്താണ് നിങ്ങൾക്ക്? എൻ്റെ മാതിരി അല്ലല്ലോ. വിദ്യാഭ്യാസം, പ്രൊഫസർ, വിവരം, വിവേകം, പിന്നെ ഒരുപാട് വയസ്സുള്ള ആൾ, ഇതൊക്കെ ഉള്ള ഒരാളല്ലേ നിങ്ങൾ? നിങ്ങളാണോ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? ഞാനൊക്കെ അങ്ങനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഓക്കെ, ഓന് വിവരമില്ലാത്തവനെ വിചാരിക്കുക. പക്ഷെ നിങ്ങളതാണോ? ജനങ്ങൾ അങ്ങനെയാണോ കണക്കാക്കിയത്? നല്ല പക്വതയുള്ള മനുഷ്യനല്ലേ നിങ്ങൾ? എന്താ ഡയലോഗ്! പള്ളറിഞ്ഞു പോയി. പക്ഷേ ജലീൽ ഖാൻ മാത്രമല്ല പറയാനുള്ളത്, ഇപ്പം ഭരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാരും ലീഗുകാരും കൂടിയിട്ട്. നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അഹങ്കാരം വന്നു പോയാൽ ഇതേ സംഭവം ഉണ്ടാവും. ഇപ്പം പിണറായി വിജയൻ കണ്ടില്ലേ? അഹങ്കാരം തന്നെയല്ലേ അദ്ദേഹത്തിന് സംഭവിച്ചത്. ധർമ്മടത്ത് ഒരു വേള അവർ വേക്കിലായി പോയില്ലേ? അതാ പറയാനുള്ളത്. അതുകൊണ്ട് അഹങ്കാരം ആർക്കും പാടില്ല. ഇപ്പോൾ എന്താ മന്ത്രി ബിന്ദുകൃഷ്ണയ്ക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. ഇന്നലത്തെയൊക്കെ ആ പത്രസമ്മേളനം കാണുന്നേരെ സതീശേട്ടാ പറഞ്ഞിട്ടേക്കേണ്ടി അഹങ്കാരം പാടില്ല എന്ന്. നിങ്ങൾ കീഴിലുള്ള മന്ത്രിയാണല്ലോ, കുഞ്ഞാലിക്കുട്ടിയോടെ പറഞ്ഞെടുത്തേക്കേണ്ടി അവരോട് അഹങ്കരിക്കണ്ടെന്ന്. ഇവിടെ ഉദാഹരണം ഇവിടെ കാണുന്നുണ്ടേ. ഇടതുപക്ഷത്തിൻ്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി കണ്ടല്ലേ? ജലീൽ ഖാൻ്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി കണ്ടല്ലേ? അതുകൊണ്ട് അഹങ്കാരമൊക്കെ വെടിഞ്ഞാൽ വീണ്ടും ഇവരിന്ന് തിരിച്ചു വന്നേക്കും. അതുകൊണ്ട് ഇവർ ഇപ്പോഴുള്ള മന്ത്രിമാരും MLA-മാരൊക്കെ അഹങ്കാരിയായി കഴിഞ്ഞാൽ നിങ്ങൾ മൂലക്ക് ഇരുത്തും. കാരണം നിങ്ങളെ ഈ MLA ആയതും മന്ത്രി ആവണമൊക്കെ സുപ്രഭാതത്തിൽ ഭൂമിയിൽ പൊട്ടി വീണുകാട്ടായതല്ലോ, മാനത്തുനിന്ന് ആണോ? ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലേ നിങ്ങളെ. അത് മറക്കാൻ പാടില്ലെന്ന്. അല്ലാതെ പെട്ടെന്നിട്ട് പിന്നെ രാജ്യസഭയിൽ കാണില്ല ഒക്കെ അത് പിന്നെ MLA-മാരൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇതല്ലല്ലോ. ഇത് ഇവിടുത്തെ ഓരോ ജനങ്ങളും വോട്ട് ചെയ്താണ് ജയിക്കുന്നത്. അതിൽ നാനാജാതിക്കാരുണ്ട്, മതമുള്ളതുകൊണ്ട് മതമില്ലാത്തതുകൊണ്ട്, പാവപ്പെട്ടതുകൊണ്ട് പണക്കാരുണ്ട്, കറുത്തവണ്ട് വെളുത്തവണ്ട്, അന്നന്ന് കൂലി ചെയ്ത് ജീവിക്കുന്നവണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇതും മനസ്സിലാക്കാതെ ഇങ്ങനെ തട്ടിവിട്ടാൽ എങ്ങനെ ശരിയാവുക? എല്ലാവർക്കുമുള്ള പാടാത്. എല്ലാ MLA-മാർക്കും പിന്നെ MP-മാർക്കൊക്കെ ഉള്ള പാഠം തന്നെ അത്. അഹങ്കാരം പാടില്ല. എല്ലാവരും അഹങ്കരിക്കുന്നതായിട്ട് പറയില്ല. ചിലപ്പോൾ അഹങ്കാരം കൂടിപ്പോവും. അത് ജയിച്ച് ഇങ്ങനെ പോകുമ്പേ അതൊക്കെ അന്ന് ഒഴിവാക്കിയിട്ട് നല്ല ഇതിലായിട്ട് പെരുമാറി നോക്കി. ഇപ്പോൾ ഈ ജലീൽ ഖാൻ ജയിക്കും, പിണറായിയും ജയിക്കും. ചിലപ്പോൾ ഈ സതീശനും ഇവരൊക്കെ തന്നെ ചിലപ്പോൾ ഭരണം നിലനിർത്തുകയും ചെയ്യും. പക്ഷെ അഹങ്കാരം വെടിയണം. അതുകൊണ്ട് ബിന്ദുകൃഷ്ണയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടി പോയിട്ടുണ്ട്. അത് മറ്റു മന്ത്രിമാരും ഒക്കെ പറഞ്ഞു കൊടുത്താൽ നന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വീഡിയോ കൂടി പോയെങ്കിൽ ക്ഷമിക്കണം. കാരണം കുറച്ച് പറഞ്ഞിട്ട് പോയതാ.
ഓക്കെ.